ക്ലാസ്സിൽ നിന്ന് ഇനി അതിന് ID കാർഡ്. എടാ നീ ഒരു ID കാർഡ് കളയാൻ വരട്ടെ. ഈ ID കാർഡ് വെച്ച് നിനക്ക് കുറെ പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് കിട്ടും. എക്സാമ്പിൾ കീബോർഡ്, മൗസ്, ഇയർബഡ്സ് ഇതൊക്കെ കിട്ടണമെങ്കിൽ നേരെ ഓക്സിൽ വന്നതിന് ശേഷം നിന്റെ സ്റ്റുഡന്റ് ID കാർഡ് കാണിച്ച് നീ അവിടെ നേരെ ലാപ്ടോപ്പ് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിനക്ക് 4500 വില വരുന്ന ഈ ഒരു പാക്ക് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ലാപ്ടോപ്സ് ഒക്കെ വാങ്ങാൻ നിൽക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ടൈമാണിത്. നിങ്ങളിത് ഒരിക്കലും മിസ്സാക്കല്ലേ. കാരണം സ്റ്റുഡന്റ് ലാപ്ടോപ്പ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് വെറും 33,990 ഉള്ളൂ. അതേപോലെ പ്രൊഫഷണൽ ലാപ്ടോപ്പ് സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് വെറും 46,500 ഉള്ളൂ. ഇനി നിങ്ങൾ ഗെയിമിംഗ് ലാപ്ടോപ്പാണ് നോക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 69,900 ഉള്ളൂ. ഇനി നിങ്ങൾ AI ലാപ്ടോപ്പാണ് നോക്കുന്നതെങ്കിൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് വെറും 60,900 രൂപയുള്ളൂ. അതേപോലെ മാക്ബുക്ക് ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വന്നിട്ട് 64,900 രൂപയുള്ളൂ. ഇനി നിങ്ങൾ സ്റ്റുഡന്റ് ID കാർഡ് വെച്ചാണ് ഈ ലാപ്ടോപ്സ് എടുക്കുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒരു എലൈറ്റ് ലാപ്ടോപ്പ് ബണ്ടിലാണ് ഏകദേശം 4,500 വില വരുന്ന ഈ ഒരു ബണ്ടിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതുമാത്രമല്ല ആദ്യം പറഞ്ഞ കീബോർഡ്, മൗസ്, ഇയർബഡ്സ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഈ കാണുന്ന Canon G32 പ്രിന്ററിന് വെറും 14,250 ഉള്ളൂ. അതേപോലെ നിങ്ങൾ ഈ ഒരു പ്രിന്റർ വാങ്ങുകയാണെങ്കിൽ 1,200 വില വരുന്ന 2 ബ്ലാക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. സാൻഡിസ്ക് 1GB 1050 MBPS റാറ്റ് വന്നിട്ട് 20,990 ഉള്ളൂ. ഈ സെയിം പ്രൈസിന് നിങ്ങൾക്ക് 2000 MBPS സാൻഡിസ്ക് നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല തിരഞ്ഞെടുക്കുന്ന ബാങ്കുകൾക്ക് 15,000 രൂപ വരെ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഓഫീസൊക്കെ നടക്കുന്ന വേറെ എവിടെയല്ല, നമ്മുടെ സ്വന്തം ഓക്സിജനിലാണ്. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ഓക്സിജനിൽ ഇപ്പൊ തന്നെ പോയി വിസിറ്റ് ചെയ്യുക.